ഞാൻ വിട്ടായിരുന്നല്ലോ. എന്തെടുക്കുവോ? അതെ, ഈ വീട്ടുപണിയൊക്കെ ഞാൻ ചെയ്തോളാം. നിങ്ങളൊരു കാര്യം പ്രത്യേകം ചെയ്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജോലിക്ക് പോവാം. ജോലിക്ക് പോയി നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് എല്ലാം കൊണ്ടുതരും, ഇതും വെച്ച് തരും. നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. നീ ഇപ്പം അത്യാവശ്യം എല്ലാ കാര്യം ചെയ്യുന്നുണ്ട്. ഇനി ഒരു കാര്യം നമ്മൾ ചെയ്യുക, പിള്ളേരെ നല്ലതായിട്ട് പഠിപ്പിക്കുക. സ്കൂളൊക്കെ തുറന്നില്ലേ? അപ്പോൾ സ്കൂളൊക്കെ തുറന്ന സ്ഥിതിക്ക് താൻ നല്ല രീതിയിൽ കുട്ടികളൊക്കെ പഠിപ്പിക്കുക. അപ്പം ഇങ്ങനെയൊക്കെ ചെറിയ പണികൾ ഞാൻ ചെയ്തോളാം. അപ്പം നിനക്ക് പിള്ളേരെ പഠിപ്പിക്കാനുള്ളൊരു അവസരവും ആകും. അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടി നീ എങ്ങനെ ചെയ്യണം? അപ്പം ജോലി കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ എനിക്ക് കിട്ടുന്ന ഈ ചെറിയൊരു സമയം നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റി വെക്കും. അതല്ലേ ഒരു കുടുംബനാഥൻ. അപ്പം നിന്നെയും കൊണ്ട് പറ്റുന്ന എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്. അപ്പം അത് മതിയുള്ളൂ. മക്കളെ നന്നായിട്ട് അങ്ങ് പഠിപ്പിക്കാം. അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. അല്ല വെറുതെ തിന്നു കുടിച്ച് ജീവിച്ചിട്ട് എന്താണോ കാര്യം ഇരിക്കുന്നത്? മക്കൾക്ക് വേണ്ടത് നല്ലതായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരപ്പൻ്റെ അമ്മേൻ്റെ ദൗത്യം. വെറുതെ നമ്മൾ മക്കൾക്ക് 4 നേരം തിന്നാൻ വേണ്ടി ഇട്ട് കൊടുത്താലൊന്നും ഒരു അപ്പൻ്റെ അമ്മയുടെയും കടമ തീരില്ല. അവരുടെ കടമ കുട്ടികളെക്കുറിച്ച്, അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ നന്നായിട്ട് പഠിപ്പിക്കുക, നല്ല ജോലിയൊക്കെ മേടിച്ചു കൊടുത്ത് നമുക്കും ശ്രമിക്കണ്ടേ? അവരൊക്കെ വലുതാകുമ്പോൾ ഞാനും താനും ഒക്കെ ഇങ്ങനെ ഇരുന്ന് സുഖിക്കണ്ടേ? അപ്പം അതിനുവേണ്ടി ഞാനിപ്പോഴേ കഷ്ടപ്പെടുകയാണ്. പണ്ടൊരു ചൊല്ലില്ലേ, തൈ 10 വെച്ചാൽ അല്ല ആപത്ത കാലത്ത് തൈ 10 വെച്ചാൽ സമ്പത്ത് കാലത്ത് കാ 10 തിന്നാം. പക്ഷെ അതൊക്കെ വെറുതെ കേട്ടോ. ഞാനിപ്പോഴും എനിക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചിരിക്കുന്നത് എന്താന്ന് പറയാമോ? അനാഥാലയവ. കാരണം നമുക്കും മക്കളൊന്നും പ്രതീക്ഷ പാടില്ലടോ. നമ്മൾ മക്കളിൽ പ്രതീക്ഷിച്ചിട്ടൊന്നും കാര്യമില്ല. ഇന്നത്തെ തലമുറ എല്ലാ മക്കളെ അടിച്ചേൽപ്പിക്കണ്ട. പറയാൻ പറ്റില്ല സോറി, നമ്മൾ അങ്ങനെ ഒരിക്കലും പറഞ്ഞ കാര്യമില്ല. നമ്മളെ ആരിലാണോ കൂടുതൽ വില വെക്കുന്നത് അതിനായിരിക്കും നമ്മുടെ നാശം. മീനിന്റെ തലകളൊക്കെ വേറെ ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ പനിഞ്ഞി മീൻ വെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ പനിഞ്ഞി കണ്ട ചിട്ടത്തോടൊക്കെ. അതെ അതെ. അപ്പം ഇന്ന് നമ്മള് തകർക്കുന്നു മക്കളെ. അപ്പം പറഞ്ഞു കേട്ടല്ലോ, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അപ്പനെ ഇങ്ങോട്ട് വാ. എവിടെ പോന്നു? ഇച്ചിരി നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അപ്പനെ അമ്മേനെ നിങ്ങള് വേദനിപ്പിക്കാതെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നിങ്ങളിപ്പോ ചെയ്യേണ്ട ജോലി ഇതാ. നിങ്ങളോട് അപ്പനും അമ്മയും ഒരിക്കലും ഇവിടെ പരിക്കാൻ തോക്കണമെന്നോ കഞ്ഞി വെക്കണമെന്നോ കറി വെക്കണമെന്നോ റോസോ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങളെ ഇപ്പം ദൈവം ഏൽപ്പിച്ചേക്കുന്ന ജോലി പഠിക്കുക എന്നുള്ളതാ. അത് നന്നായിട്ട് ചെയ്യുക. അപ്പനെ ഏൽപ്പിച്ചേക്കുന്നതാണ് അമ്മേനെയും നിങ്ങളെയും. അപ്പൊ നന്നായിട്ട് ചെയ്യുന്നില്ലേ? നന്നായിട്ട് ചെയ്യുന്നില്ലേ? എവിടെ പോവാ? എവിടെ പോവാ? അപ്പം സോബി, അപ്പനും അമ്മയും ചെയ്യേണ്ട ജോലി നന്നായിട്ട് ചെയ്യുക. ബാക്കി ദൈവം നോക്കിക്കോളും. അപ്പൊ നീ ഇത് നല്ല കുരുമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് ഇവരങ്ങോട്ട് വറത്തെ. ഗബോളി സൂപ്പർ സാധനം അല്ല, സൂപ്പർ സാധനമാണ്.